മിസ്റ്റർ ഗിഗിൾസിന് നിങ്ങളെ കാണാൻ കഴിയില്ലെന്ന് പറയുന്നു. ലിയോ അത്താഴമേശയിലെ ഒഴിഞ്ഞ കസേരയിലേക്ക് വിരൽ ചൂണ്ടി മന്ത്രിച്ചു. അദ്ദേഹത്തിന് നാണമാണെന്ന് പറയുന്നു. അവന്റെ അമ്മ തലയാട്ടി. ശരി, മിസ്റ്റർ ഗിഗിൾസിനോട് പറയൂ ക്യാരറ്റിന്റെ പങ്കെടുക്കാമെന്ന്. ലിയോ ചിരിച്ചു. പിന്നെ അവന്റെ മുഖം നിശ്ചലമായി. അദ്ദേഹത്തിന് ക്യാരറ്റ് ഇഷ്ടമല്ല. ലിയോയുടെ ശബ്ദം വിറച്ചു. പിന്നീട് അമ്മ ലിയോയെ ഉറക്കാൻ കിടത്തി. മിസ്റ്റർ ഗിഗിൾസിനും കിടക്കയുണ്ടോ? അവൾ ശബ്ദം ലഘുവാക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ലിയോ തലയാട്ടി. ഇല്ലില്ല, അദ്ദേഹം ഉറങ്ങാറില്ല. അദ്ദേഹം മൂലയിൽ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അമ്മയ്ക്കൊരു തണുപ്പ് തോന്നി. അവൾ ഒരു ചിരി വരുത്തി. എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ കളി. അവൾ ഇരുണ്ട മൂലയിലേക്ക് നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു. ഇതൊരു കളിയല്ലെന്ന് അദ്ദേഹം പറയുന്നു. അമ്മ മുറിയിൽ നിന്ന് പോയ ശേഷം ലിയോ തലയിണയിൽ മന്ത്രിച്ചു. ഇരുണ്ട കാട്ടിൽ കാലിനടിയിൽ ഉണങ്ങിയ ചില്ലകൾ ഒടിയുന്നത് പോലെയുള്ള ഒരു നേർത്ത വരണ്ട ചിരി അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഇടനാഴിയിൽ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ അവന്റെ അമ്മയ്ക്ക് നിശബ്ദത മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അതൊരു അതിഭാവന മാത്രമാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച് താഴെ ആ ചിത്രം ഊണുമേശയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിലിപ്പോൾ വിശാലവും ഭയാനകവുമായ പുഞ്ചിരിയുള്ള ഉയരമുള്ള ഒരു രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കോൽ രൂപം അപ്രത്യക്ഷമായിരുന്നു. അതിന്റെ സ്ഥാനത്ത് ഒരു ചെറിയ ചുവന്ന ക്രയോൺ പാട് മാത്രം അവശേഷിച്ചു.